ഹലോ, ഞാൻ ഭവിത്. ഞാനിന്ന് നിൽക്കുന്നത് കോഴിക്കോടുള്ള പൊറ്റമ്മലുള്ള മാരുതി സുസുക്കി അറീനയിലാണ്. ഇവിടെ ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ പുതിയ മാരുതി ഡിസയറുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഏകദേശം 8.3 ലാക്ക് മുതൽ 12.3 ലാക്ക് വരെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ നിങ്ങൾ പ്രൈസ് മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഈ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ചാനലിനൊരു ഇൻസ്പിറേഷൻ ആയിരുന്നേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു ഡിസയറിൻ്റെ ഡിസൈനേ അല്ല. ഭയങ്കര ക്ലീൻലി ഡിസൈൻ ചെയ്തൊരു ബോണറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയംനെസ് ഈ വണ്ടി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും. കൂടാതെ ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടാലിറ്റി കാരണം ഇതിൻ്റെ ആക്ച്വൽ വിഡ്ത്തിനെക്കാട്ടും കൂടുതൽ വിഡ്ത്തുണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. ആക്ച്വലി ഇതിന് സ്വിഫ്റ്റിൻ്റെ അതേ വിഡ്ത്തേ ഉള്ളൂ. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ഇങ്ങനെ പോകുന്നത് കാണാം, DRLുമായിട്ട് കണക്ട് ചെയ്തത്. ഇവിടെ ഒരു DRL നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഡയമണ്ട് കട്ട് DRLാണെന്നാണ് മാരുതി പറയുന്നത്. നമുക്കിവിടെ പ്രൊജക്റ്റഡ് LED ഹെഡ്ലാമ്പ്സ് കാണാൻ കഴിയും. അത് നല്ലൊരു പ്രീമിയംനെസ് ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് കാണുമ്പോൾ ചെറിയൊരു ഇന്നോവ ക്രിസ്റ്റ റിസംബ്ലൻസ് തോന്നിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാര്യം എനിക്ക് ആ ഒരു സിമിലാരിറ്റി തോന്നി. ഈ ഗ്രില്ലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് വണ്ടിയിൽ ഉള്ളതുപോലെ തോന്നി. ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പും കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിലും ഇംപ്ലിമെൻറ്റേഷനും വളരെ നന്നായി മാരുതി ചെയ്തിരിക്കുന്നു. ഈ ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രീമിയംനെസ് ഈ വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. ഇതുവരെ മാരുതി ട്രൈ ചെയ്യാത്തൊരു മെത്തേഡാണത്. ഹൊറിസോണ്ടാലിറ്റി വരുന്നതിന് ഇതൊരു കാരണമാണ്. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ അതും മാരുതിക്ക് പുതിയതാണ്. നമ്മൾ പണ്ടൊക്കെ സ്വിഫ്റ്റിന് ജസ്റ്റ് ഒരു ബൂട്ട് എന്നുള്ള രീതിയിലായിരുന്നു മാരുതി ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മാരുതി ഭയങ്കരമായിട്ട് ചേഞ്ചസ് അവരുടെ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സബ് 4 മീറ്റർ വെഹിക്കിളാണ്. 3995 സെൻറ്റിമീറ്ററാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഏകദേശം 163 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വീൽ ബേസ് വരുന്നത് 2450 mm ആണ്. അതായത് സ്വിഫ്റ്റിൻ്റെ സെയിം വീൽ ബേസ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസയർ നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസിൽ കാര്യമായ മാറ്റങ്ങൾ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനൊരു 15 ഇഞ്ച് ടയറാണുള്ളത്. 185/65/15 എന്ന സ്പെസിഫിക്കേഷനിലാണ് ഒരു ടയർ ഉള്ളത്. അലോയ് വീലും ഡിസയറിൽ പുതിയതാണ്. ആ ഒരു ഡിസയറിൽ പഴയ ഡിസയറിൽ അല്ലെങ്കിൽ സ്വിഫ്റ്റിൽ ഉപയോഗിച്ച അലോയ് വീലല്ല, ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനാണ് ഈ ഒരു അലോയ് വീലിന് അവർ മാരുതി കൊടുത്തിരിക്കുന്നത്. പിന്നിലോട്ട് വരുമ്പം വീണ്ടും നമുക്കൊരു ഡിഫറൻസ് ഇൻ ഡിസൈൻ കാണാൻ കഴിയും. മാരുതി ഇതുവരെ ഫോളോ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് അല്ല ഇത്. എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ പണ്ടത്തെ സിറ്റിയൊക്കെ ഓർമ്മ വന്നു. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു ടെയിൽ ലാംപ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ക്ലിയർലി ഭയങ്കര ഭംഗിയിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ലൈനൊക്കെ ഒരു എലഗൻസ് നമ്മൾ റോഡിൽ തരും. എന്തായാലും ഇതിന് ബാക്ക് കാണുമ്പോൾ തന്നെ ഒരു മാരുതി ഡിസയർ ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ വിധത്തിലാണ് മാരുതി ഒരു ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽവർ ലൈൻ ആ ഒരു ഫ്രണ്ടിൻ്റെ സിമിലാരിറ്റി നമുക്ക് കൊണ്ടുവരുന്നുണ്ട് ബാക്കിലും. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി സംസാരിക്കാം. കണ്ടോ, ഇവിടെ ചെറിയൊരു കീ കൂടെ മാരുതി ഡിസൈനിൽ ആഡ് ചെയ്തിരിക്കുന്നു. ഒരു ബൂട്ട് ബട്ടൺ കീ ഇവിടെയുണ്ട്, ലോക്കാണ്, ലോക്കിൻ്റെ കൂടെ. പിന്നെ ഈ ഒരു ബ്ലൂയിഷ് ഫിനിഷും നെക്സൈഡ ബ്ലൂവും പുതിയതാണ് മാരുതിയിൽ. ഈ ഒരു കീയുടെ പ്രൊഫൈലും ഷേപ്പും ഒക്കെ പഴയതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഒരു ബൂട്ട് തുറക്കുമ്പോൾ ഒരു 380 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഡിസയർ ഒരു ഫാമിലി കാറായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഇതിൻ്റെ ഒരു സ്പെയർ വീൽ ടയറും നമുക്കിതിനകത്ത് കാണാൻ കഴിയും. ഇതിന് അലോയ് വീലല്ല, നോർമൽ വീൽ കപ്പാണ്. ചെറിയൊരു കിറ്റും അവർ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ് മാരുതി ഡിസയർ. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായ ടിഗോറിനോ അല്ലെങ്കിൽ അങ്ങനത്തെ വെഹിക്കിൾസിനൊക്കെ ഇതിൽ കൂടുതൽ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഉണ്ട്. നമുക്കിതിൻ്റെ ബാക്കിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു പോർഷനൊക്കെ കുറച്ച് പഴയ സാധനമാണ്. പക്ഷേ ഈ ഒരു അഗ്രസീവായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ കാണാൻ കഴിയും. ഈ ഒരു ജമ്പ് ആണെങ്കിലും ബോഡി ലൈനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കേർവ് ആണെങ്കിലും എല്ലാം അവർ റിപ്പീറ്റഡ്ലി ആ ഒരു എലമെൻറ്റ്സ് എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഒരു എഡ്ജി ഡിസൈനായിട്ട് നമുക്ക് ഈ ഡിസൈനിനെ പറയേണ്ടി വരും. ഈ ഒരു അഗ്രസീവ് ലൈൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ബോഡി ലൈനിൽ പോകുന്ന ആ ഒരു ഷേപ്പിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഇതിൻ്റെ ഫ്രണ്ട് എഡ്ജിൽ കാണാൻ കഴിയും. ഈ ഒരു ബോണ്ടിൽ ആ ഒരു ലൈറ്റ് ലൈൻ ഇംപ്രഷൻ കാണാൻ കഴിയും. ഇവിടെ നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ വണ്ടിയുടെ എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു അഗ്രസീവ്
പുഷുള്ള ആ ലൈനിൻ്റെ അഡാപ്റ്റേഷൻ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയും. കൂടെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ അടിയിലും ഒരു ഡീറ്റെയിൽ അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നും. എന്തായാലും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വെഹിക്കിൾ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. മാരുതിയുടെ സൈഡിൽ ഇവർ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് സെഡാൻ ഈ ഒരു ഡിസയറാണ്. അത് ഇനിയും തുടർന്നു പോകും എന്നാണ് ഈ ഒരു ഡിസൈനിൻ്റെ വരവോടുകൂടി മാരുതി അറിയിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ്. എനിക്ക് കയറുമ്പോൾ എനിക്ക് സ്പേഷ്യസ്നെസ് തോന്നും. ഡോറും നല്ല ക്വാളിറ്റി ഉണ്ട്. GN ക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് എന്തുകൊണ്ടാണ് ഈ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻറ്റീരിയർ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വിഫ്റ്റ് തന്നെ ഓർമ്മ വരും. കാര്യം അതേ ഡിസൈൻ ഡീറ്റെയിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഫിനിഷസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഒരു വുഡൻ പോളിഷ് ഫിനിഷൊക്കെ എക്സ്ട്രാ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സെഡാനിഷ് ഫാമിലിഷ് ഫീലിംഗ് ഇതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ആക്ച്വലി റിവ്യൂ ചെയ്തിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ. അതിൽ നമ്മളിതിൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലെതറൈറ്റ് കവറും ഈ ഒരു മാറ്റിഷ് ഫിനിഷൊക്കെ ഒരു പ്രീമിയംനെസ് ഈ ഒരു സ്റ്റിയറിങ്ങിന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർലി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫ്യൂൽ ലെവൽ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതൊരു 9-inch LCD സ്ക്രീനാണ്. വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. AC വെൻസ് ആണ് ഈ കാണുന്നത്. എങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ബൾക്കിഷാന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കുറച്ചും കൂടെ സ്ലിം ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയംനെസ് വണ്ടി കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് ടോഗിൾ സ്വിച്ചസ് ആണ് ഈ ഒരു ACയുടെയും ഫാനിൻ്റെ ഒക്കെ കൺട്രോളിന്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒരു USB കണക്ടർ കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു സോക്കറ്റ് കാണാൻ കഴിയും. വയർലെസ് ചാർജിങ് പോർട്ടാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതൊരു മാനുവൽ ഗിയറുള്ള വെഹിക്കിളാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാനുവൽ ഗിയർ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് എൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പം ഈ ഒരു ലെതറൈറ്റ് ഫിനിഷ് നല്ലൊരു കംഫർട്ട് തരുന്നുണ്ട് എനിക്ക്. പക്ഷേ കൈ വെക്കേണ്ടാത്ത സ്ഥലത്ത് അവരൊരു മാറ്റിഷ് ഫിനിഷിൽ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഭംഗി ഈ ഒരു സ്റ്റിയറിംഗ് വീലിനുണ്ട്. ഇവിടെ കോൾ എടുക്കാനുള്ള ബട്ടൺസൊക്കെ കാണാൻ കഴിയും. ബാക്കിയുള്ള മേജർ കൺട്രോൾസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും സ്വിഫ്റ്റിൻ്റെ അതേ ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ പുതുതായിട്ട് നമുക്കൊന്നും പറയാനില്ല. വിൻഡോ കൺട്രോൾസൊക്കെ സ്വിഫ്റ്റിൻ്റെ അതേപോലത്തെ ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ ഒരു വൈറ്റിഷ് സീറ്റ് കവറും റൂഫ് ടോപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടിക്കുള്ളിൽ നല്ലൊരു സ്പേഷ്യസ് സന്തോഷം തരുന്നൊരു ഇൻറ്റീരിയറാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത് എന്ന് പറയേണ്ടി വരും. എന്തായാലും സീറ്റ് എന്തായാലും ഭയങ്കര കംഫർട്ടബിളാണ്. ലോങ് ഡ്രൈവിലൊക്കെ അത്യാവശ്യം നന്നായിരിക്കും. ഒരു കുഷനൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു. എന്തായാലും അതിൽ നമ്മൾ മാരുതി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ഒരു കംഫർട്ട് കൊടുക്കുന്നതിൽ. മാരുതിക്ക് ഇന്ത്യക്കാരുടെ മനസ്സ് വായിക്കുന്നതിൽ ഭയങ്കര നല്ലൊരു സ്കില്ലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഈ ഒരു സീറ്റും ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ ഫിനിഷേഴ്സൊക്കെ അതിനനുസരിച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വൈറ്റ് വരുമ്പോൾ തന്നെ വണ്ടിക്കുള്ളിൽ കുറച്ചധികം സ്പേസ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. സൺറൂഫിൻ്റെ ആഡ് ഓണും ഈ ഒരു വെഹിക്കിളിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ കഴിയും സൺറൂഫിൻ്റെ. നമുക്ക് ആക്ച്വലി ബാക്കിലോട്ട് പോയിട്ട് അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ നല്ലൊരു എയർ സർക്കുലേഷൻ നമുക്ക് ഡ്രൈവിനൊക്കെ പോകുമ്പം ഇതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും മാരുതി ഇക്കാര്യത്തിലുള്ള നല്ല ശ്രദ്ധ ചെലുത്തി എന്ന് വേണം പറയാൻ. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും അവർക്കറിയാം. ബാക്ക് സീറ്റിലോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസിനെ പറ്റിയും കൂടെ സംസാരിക്കാം. ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാര്യം ഈ ഒരു സീറ്റ് ഞാൻ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലായിട്ടിരിക്കുന്നത്. അപ്പം എനിക്കൊക്കെ അത്യാവശ്യം ലെഗ് സ്പേസ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു 6 ഡേ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ തലമുട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു സൺറൂഫ് വരുന്നതുകൊണ്ട് തന്നെ ഈ റൂഫിൻ്റെ ചെറിയൊരു സ്കൂപ്പ് ഔട്ട് പോർഷൻ നമുക്ക് ഇവിടെ ഡോമിനൻ്റ്ലി കാണാൻ കഴിയും. അത് എപ്പോഴും ഞാനൊരു മോശമായിട്ടുള്ളൊരു ഡിസൈൻ ഡീറ്റെയിലായിട്ടാണ് കണക്കാക്കാറ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ കണ്ടീഷനിലും ഈ ഒരു കോസ്റ്റിലൊക്കെ വെച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ മറന്നു കളയാം. ഇവിടെ നമുക്ക് 3 പേർക്ക് വേണ്ട സീറ്റ് ബെൽറ്റ് മാരുതി കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ഡീറ്റെയിലിങ്ങും ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ നല്ലതാണ്. കംഫർട്ടബിൾ നമുക്ക് യാത്ര ചെയ്യാൻ ഉപകാരപ്പെടും. ഇവിടെ വരുമ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ ആ സ്റ്റോറേജ് സ്പേസ് കാണാൻ കഴിയില്ല. ഇതെന്താണ്? ഇത് ശരിക്കും 2 USB ചാർജിങ് പോർട്ട്സ് ആണ്. ഒന്ന് USB ചാർജിങ് പോർട്ടും ഒന്ന് CU ആണ്. ഇവിടെ നമുക്ക് ഫോൺ പ്ലേസ് ചെയ്യാനുള്ള ചെറിയൊരു സ്കോപ്പും കൂടിയുണ്ട്. ഇതാണ് AC വെൻസ്. 2 വശത്തേക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ കൺട്രോളാണ് ഇത് ഇവിടെയുള്ളത്. ഇത് ചെറിയൊരു പ്ലാസ്റ്റിക് പാർട്ട് ഇവിടെ ഉണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കിൽ 2 പേർക്ക് മാത്രമേ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. മൂന്നാമത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊന്ന് സ്ക്യൂസ്ഡ് ഔട്ട് ആയിപ്പോവും. എന്തായാലും ഈ സീറ്റെല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ഹെഡ് റെസ്റ്റ് ഇതിൻ്റെ സെൻട്രൽ സീറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ബാക്ക് പോർഷൻ കുറച്ച് യുണീക്കാണ് കേട്ടോ. നമ്മൾ നോർമലി സെഡാനിൽ കാണാറുള്ള ആ ഒരു കൺവെൻഷണൽ ഡിസൈൻ അല്ല. ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു
സെൻട്രൽ മാൻ്റെ സീറ്റ് ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി അവർ തൈലൂടെയാണ് ഈ ഒരു ബെൽറ്റ് പോവുക. പക്ഷേ മാരുതി ഡിസയറിൽ അത് കുറച്ചൊരു മുന്നോട്ട് ചിന്തിച്ച് അത് ബാക്കിലോട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് ISOFIXൻ്റെ കണക്ടർ കാണാൻ കഴിയും. ഇവിടെയും എൻ്റെ ബാക്കിൽ നമുക്ക് ആ 2 ISOFIXൻ്റെ കണക്ടേഴ്സ് കാണാൻ കഴിയും. സെൻറ്ററിൽ ഇവിടെ ആരും ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കഫ് ഹോൾഡർ അൺഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ 2 കഫ് വെച്ച് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ ഉപകാരപ്പെടും. ഈ മിററിൻ്റെ അടിയിൽ നമുക്കൊരു ക്യാമറ കാണാൻ കഴിയും. ഇത് വേറെ ഒന്നുമല്ല, ഈ വെഹിക്കിളിൻ്റെ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമാണ്. അതായത് നമ്മൾ അകത്തിരുന്നാൽ ഇതിൻ്റെ 360 ഡിഗ്രിയിലുള്ള എല്ലാ ഒബ്ജക്ട്സും നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഞാനിപ്പോൾ നിൽക്കുന്ന പൊറ്റമ്പിലുള്ള മോട്ടോഴ്സിലാണ്. ഈ ഒരു വെഹിക്കിളിനെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജറായ ജിജിതയുടെ നമ്പർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം, കാര്യങ്ങൾ അറിയാം. 1.2 ലിറ്റർ കപ്പാസിറ്റിയിൽ 3 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു മാരുതി ഡിസയറിന് മാരുതി കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം 25 km/ലിറ്ററിന് മുകളിൽ നമ്മുടെ റോഡുകളിൽ മൈലേജ് തരുമെന്നാണ് കരുതുന്നത്. 82 HP പവറാണ് ഈ ഒരു 1.2 ലിറ്ററിന് മാരുതി കൊണ്ടുവരാൻ കഴിയുന്നത്. കൂടാതെ 112 Nm ടോർക്കും ഈ ഒരു വെഹിക്കിൾ നമുക്ക് റോഡുകളിൽ തരും. എന്തായാലും ഞാൻ കുറേ ഡീറ്റെയിൽസ് ഈ ഒരു വെഹിക്കിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.